അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഴമയുടെ രുചിയിൽ നിന്നുള്ളൊരു ഇഫ്താർ സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ പാലട എന്നാണ് പറയുക. നല്ല പാലും പഴമൊക്കെ കൂട്ടി കഴിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ബിസ്മില്ലാ. നമ്മളെ പാലടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു കപ്പ് പച്ചരി നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂർ മുമ്പ് തന്നെ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കതങ്ങോട്ട് അരച്ചെടുക്കാം. അരിയൊക്കെ കഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മുട്ട ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ തണുപ്പോട് കൂടിയിട്ടുള്ള 2 വലിയ മുട്ടയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സി ഒന്ന് നിർത്തി കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് നമ്മളെ ബാറ്റർ ഉള്ളത്. ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല പാലട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോഴും കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുമ്പോൾ അളവിലൊക്കെ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൈസായിട്ടുള്ള പാലട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പതപ്പിച്ചെടുക്കുക. ഒരു വിസ്കോണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം അട ഉണ്ടാക്കുന്ന സമയത്തും, അതായത് ഓരോ പ്രാവശ്യം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും ഇതുപോലെ അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല വക്കുള്ള പാൻ എടുക്കുന്നതാണ് കേട്ടോ ഈ അട ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊരു 1/2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാം. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന അതേ സമയം തന്നെ പാൻ ചുറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് വെന്ത് പോവും. പിന്നെ നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ദാ നമ്മളെ ഫസ്റ്റ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അരികൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ 2ആയി മടക്കിയെടുത്തതിന് ശേഷം ഒരു ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റാം. അതായത് ഒരു കാസ്ട്രോളിലേക്ക് വെക്കാം. ഇത് പുറത്ത് വെച്ചാൽ ഉണങ്ങി ഡ്രൈ ആയി പോവും. അപ്പോൾ നല്ല ചൂടാറാത്ത പാത്രത്തിലേക്ക് വെക്കുന്നതാണ് നല്ലത്. കണ്ടോ, നല്ല ടിഷ്യൂ പേപ്പർ പോലെ അത്രയ്ക്ക് നൈസായിട്ടുള്ള അടയാണിത്. എത്ര നൈസായിട്ട് ഉണ്ടാക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലും പഴവും കൂടെ റെഡിയാക്കിയെടുക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പാലും പഴവും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 ഫിലിപ്പീനോ പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ചെറുപഴമാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നല്ല മൈസൂർ പഴമോ പൂവൻ പഴമോ ഏതായാലും കുഴപ്പമില്ല. അതൊന്ന് ഉടച്ചു കൊടുക്കുക. അതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. സ്പൂൺ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കരുത്. നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൽ കിട്ടണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഇനി 2 നുള്ളു ഉപ്പും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവൊക്കെ നമ്മളെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടിരിക്കും. പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതിയാവും കേട്ടോ. ഒരു അരമുറി തേങ്ങൻ്റെ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പഴം പാൽ പിഴിഞ്ഞതും കൂടെ റെഡിയായി. ഇനി ഇതുപോലെ ഒരു അട എടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക. കാണുമ്പോൾ നിങ്ങൾക്കിതൊരു ദോശ പോലൊക്കെ തോന്നും, പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.